കേസിലെ പ്രതികൾക്ക് വാരിക്കോരി പരോൾ. 3 പ്രതികൾക്ക് 1000-ത്തിലധികം ദിവസം പരോൾ ലഭിച്ചു. 6 പ്രതികൾ 500 ദിവസത്തിലധികം ജയിലിന് പുറത്തായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള പരോൾ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ TP കേസിലെ പ്രതികൾക്ക് സംസ്ഥാനത്ത് മറ്റൊരു കേസിലെ പ്രതികൾക്കും കിട്ടാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയതായി നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ക്രോഡീകരിച്ച് കാണുമ്പോഴാണ് ഇവരെ എന്തിനാണ് ജയിലിലേക്ക് പറഞ്ഞയച്ചത് എന്ന ചോദ്യം വരിക. എന്തൊക്കെയാണ് ഏറ്റവും പ്രിയപ്പെട്ടവർക്കായി ഈ സർക്കാരിന്റെ കാലത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ? ശ്രീജ, നേരത്തെ തന്നെ വലിയ വിവാദമായതാണ് ഇവർക്ക് ജയിലിനകത്ത് തന്നെ നൽകുന്ന സുഖസൗകര്യങ്ങൾ. ഇപ്പോൾ ഇവർക്ക് പലപ്പോഴായി നൽകിയ പരോളിന്റെ ക്രോഡീകരിച്ച വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ 3 പേർക്ക് ഏതാണ്ട് 1000 ദിവസത്തിലധികം പരോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. 3 പ്രതികൾക്ക്, മുഴുവൻ പ്രതികൾക്കും ഈ തരത്തിലുള്ള പരോളുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ പേരുകൾ KC രാമേന്ദ്രൻ, ട്രൗസർ മനോജ്, സജിത്ത് എന്നിവർക്കാണ് ഈ തരത്തിൽ 1000 ദിവസത്തോളം പരോൾ ലഭിച്ചത്. 6 പേർക്ക് 500 ദിവസം പരോൾ ലഭിച്ചപ്പോൾ കേസിലെ മുഖ്യപ്രതിയായ കൊടിസുനിക്ക് 60 ദിവസവും പരോൾ ലഭിച്ചു. നിയമസഭയിൽ തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷമുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PK കുഞ്ഞനന്ദന് 327 ദിവസമാണ് പരോൾ അനുവദിച്ചിട്ടുണ്ട്. 2020 മാർച്ച് 30-ന് 3 ഇടക്കാല ജാമ്യങ്ങളിൽ പുറത്തിറങ്ങിയിരുന്നു. ജാമ്യത്തിലിരിക്കെ ജൂൺ 11-നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത്. KC രാമേന്ദ്രൻ 28 തവണയാണ് 1081 ദിവസം പരോൾ ലഭിച്ചത്. TP കൊലക്കേസിൽ വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ടും CPM മുൻ നേതാവും 8ാം പ്രതിയായ KC രാമേന്ദ്രന് കുറ്റബോധം ഇല്ല എന്ന റിപ്പോർട്ടടക്കം നേരത്തെ ഹൈക്കോടതിയിൽ വന്നിരുന്നതാണ്. ഈ തരത്തിലാണ് മുഹമ്മദ് ഷാഫിക്ക് 15 തവണയായി 656 ദിവസം പരോൾ ലഭിച്ചു. ഇടയ്ക്ക് ജയിലിന് പുറത്തു വന്ന ഷാഫി ആകട്ടെ വിവാഹവും കഴിച്ചിരുന്നു. ഷിനോജിന് 17 തവണയായി 925 ദിവസമാണ് പരോൾ ലഭിച്ചത്. ആ തരത്തിൽ എല്ലാ പ്രതികൾക്കും ഇങ്ങനെ വാരിക്കോരി പരോൾ അനുവദിക്കുന്ന സാഹചര്യം. കിർമാണി മനോജ് എന്ന മനോജ് കുമാറിനാകട്ടെ 19 തവണയായി 851 ദിവസമാണ് പരോൾ ലഭിച്ചത്. കൊടിസുനിക്ക് ഈ പറഞ്ഞതുപോലെ 3 തവണയായാണ് 60 ദിവസവും, MC അനൂപിന് 15 തവണയായി 900 ദിവസവും പരോളിൽ പുറത്ത് കഴിയാൻ സാധിച്ചു. കൃഷ്ണന് 10 ദിവസം പരോൾ ലഭിച്ചു. ഈ തരത്തിലാണ് പരോളിനിടയിലാണ് ഈ കിർമാണി മനോജിനെ ലഹരി പാർട്ടിയിൽ പിടികൂടുന്നത്. മാത്രമല്ല കൊടിസുനിയാകട്ടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വയനാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഉൾപ്പെടുകയും ചെയ്തു. ഇതെല്ലാം തന്നെ പരോൾ കാലാവധിയിലായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. TP കേസിലെ പ്രതികൾക്ക് സർക്കാർ അനുവദിച്ചു കൊടുത്ത പരോളിന്റെ കണക്കുകളാണ് ഈ വരുന്നത്. ജയിലിനകത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദിവസം പുറത്തുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പരോൾ കണക്കുകളാണവ. ബാലരാമപുരത്ത്